ഒരു 13 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കിട്ടുമെന്ന് ഞാൻ കേട്ടു. അത് സത്യമാണ്? 13 ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 12 സംതിങ് നമുക്ക് ഈ വാഹനം ഇറക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതായാലും ഓട്ടോ ഡൗൺ ആകുന്നുണ്ട്, ഓട്ടോ അപ്പും കൂടെ വരുന്നുണ്ട്. അതായത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ ലക്ഷറി വാഹനത്തിൽ കയറുന്ന അതേ ഫീൽ. അതായത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് ഈ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇസൂസുയുടെ ഒരു വാഹനമാണ്. അതൊരു ചെറിയ വാഹനമൊന്നുമല്ല, ഒരു വലിയൊരു വാഹനം തന്നെയാണ്. അതായത് നമ്മൾ പലർക്കും വേണ്ട പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അതും ഈ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ. ചെറിയൊരു പ്രൈസ് റേഞ്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അത്രയും ചെറിയൊരു പ്രൈസ് റേഞ്ച് ആണോ? അതെ, അത്രയും ചെറിയൊരു പ്രൈസ് റേഞ്ചിങ് വരുന്ന ഒരു ഡി മാക്സ് എന്ന് പറയുന്ന വാഹനമാണ്. അതിൽ ഏറ്റവും പുതിയ മോഡലാണ് ഈ വരുന്ന എസ്കാബ് ഇസഡ് എന്ന് പറയുന്ന മോഡലാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ പ്രൈസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്ന. ഒരു വാക്ക് റൗണ്ടും കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അതായത് ഈ പുതിയ വന്നിരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും എന്തൊക്കെയാണ് കിട്ടുന്നതും ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഒക്കെ പെട്ടെന്നൊന്ന് നോക്കിപ്പോകും. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ എൻറ്റയർലി ഇതിൻ്റെ ഗ്രിൽ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇസൂസു എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നല്ല രസമുണ്ട്, കാരണം ഈ ഒരു ക്രോം ഫിനിഷിൽ വരുന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലുക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും യങ് ജനറേഷൻ മോഡൽ പോലെ തന്നെ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വിത്ത് DRL വരുന്നുണ്ട്. ബൈ LED തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഫോഗ് ലാമ്പ്, അത് ഈ ഒരു മോഡലിന് മാത്രമാണ്, എസ്കാബ് ഇസഡിന് മാത്രമാണ് ഈ ഒരു ഫോഗ് ലാമ്പ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു വലിയൊരു എയർ ഡാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കുമ്പോൾ വേറെ പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസമില്ല, കുറച്ച് ഡിസൈൻ ചേഞ്ചസ് മാത്രം നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് കാണുന്ന ഒരു കാര്യമാണ് ഈ സൈഡിൽ വന്നൊരു ഇൻഡിക്കേറ്റർ മിസ്സിംഗ് ആണ്. ആ ഇൻഡിക്കേറ്റർ നേരെ നമ്മുടെ മിററിലോട്ട് വന്നിട്ടുണ്ട്, ORVMസിലോട്ട് വന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് റിയർ വ്യൂ മിററിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ തന്നെയാണ്, വിത്ത് ഫോൾഡിങ് വരുന്നുണ്ട്. അതായത് സ്വിച്ച് പ്രസ് ചെയ്ത് നമുക്കിത് ഫോൾഡ് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ ഈ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഈ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ് കാണാൻ സാധിക്കും. ഇതും ഈ ഒരു മോഡലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിനെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ അകത്തുള്ള കുറേ വിശേഷങ്ങളൂടെ പറയാം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ള കാസിറ്റീസ് നമുക്ക് കാണുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. പിന്നെ പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ചേറെ വ്യത്യാസം ഏറ്റവും ബാക്കിലാണ് വരുന്നത്. നമ്മുടെ ടെയിൽ ലൈറ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ഇത് LED ആണ് വരുന്നത്. അതായത് ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും LED ആണ് വരുന്നത്. ബാക്കി രണ്ടും വരുന്നത് ഹാലജൻ ടൈപ്പ് തന്നെയാണ്, ഇൻഡിക്കേറ്ററും റിവേഴ്സും വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു വലിയൊരു സ്പേസ് കാണാം, ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ഇരിക്കാനൊക്കെ സാധിക്കും. അതായത് ഒരു ട്രാവലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഇരുന്ന് ഒരു ചായ കുടിക്കാനോ വല്ല ഇരുന്ന് കഴിക്കാനോ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഏതായാലും ഈ ഒരു വാഹനം നമ്മുടെ ഒരു ടീമിലോട്ട് തന്നെ വരുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് കുറേ കൂടെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ വരുന്ന സ്പേസിൽ തന്നെ നമുക്ക് രണ്ട് രീതിക്ക്, ഇതിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതല്ല നമുക്ക് പേഴ്സണലായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഫൈബർ പാർട്ട്, അതായത് ഒരു ആക്സറീസ് ആയിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് കവേർഡ് ആയിട്ട് തന്നെ ഇരിക്കും. അതും ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് കാണാൻ സാധിക്കും. ഇതുപോലൊരു വലിയൊരു വാഹനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ക്യാമറ യൂണിറ്റ് പ്ലസ് 2 സെൻസേഴ്സും നമുക്കിവിടെ റിവേഴ്സിൽ അവൈലബിൾ ആണ്. ഇവിടെ അതിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇസഡ് സീരീസ് ആണ് വരുന്നത്. പിന്നെ 2.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ടർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന ബമ്പറും ഈ ഒരു മോഡൽ എസ്കാബിന് മാത്രമാണ്, ഈ എസ്കാബ് ഇസഡിന് മാത്രമാണ് ഈ ബമ്പറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻബിൽറ്റ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബമ്പറും കൂടെ അഡീഷണൽ ആഡ് ഓൺ ആയിട്ട് ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഈ ഒരു കാര്യം കൂടെ കഴിഞ്ഞു. ഈ ഒരു സൈഡിൽ വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു ലിഡ് നമുക്ക് കാണാൻ സാധിക്കും. 55 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഈ ഒരു മോഡലാണ്. മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു പോരാം. അപ്പോൾ നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും കയറി കഴിയുമ്പോഴത്തേക്കും ഒരു ലക്ഷറി വാഹനത്തിൽ കയറുന്ന അതേ ഫീൽ. അതായത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് ഈ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട്, സാധനമൊക്കെ വയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ട് മാത്രം ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരോട് സംസാരിച്ചവർ പറഞ്ഞു ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് മാത്രമല്ല, 2 പർപ്പസിനും, അതായത് ഒരു ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാൻ സാധിക്കും, ഒരു കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സെഗ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഏതായാലും കയറുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫീച്ചേഴ്സ് അടിപൊളിയാണ്. ഓട്ടോ ഡൗൺ വരുന്ന ഫീച്ചർ വരുന്ന ഒരു മോഡലാണ്. ഓട്ടോ ഡൗൺ മാത്രമാണോ അപ്പാണോ എന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കിയേക്കാം. ഇപ്പോൾ ഏതായാലും ഓട്ടോ ഡൗൺ ആകുന്നുണ്ട്,
ഓട്ടോ അപ്പും കൂടെ വരുന്നുണ്ട്. അതായത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ ഡ്രൈവർ സൈഡിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള 3 പവർ വിൻഡോസിൻ്റെ സ്വിച്ചും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ലോക്ക് അൺലോക്ക് ബട്ടണും ഒരു പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടണും പിന്നെ നമുക്ക് സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റ് അതായത് ഒരു ലോക്ക് ബട്ടണും കാണാം. പിന്നെ ഇവിടെ ഒരു പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, അതും കാണാൻ നല്ല അടിപൊളിയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ വെഹിക്കിളിൻ്റെ അതേ ഡോർ പാഡ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്, സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം കയറാൻ വേണ്ട സൗകര്യത്തിന് പിടിക്കാനൊക്കെ ഒരു സാധനം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് നമുക്കിത് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കാണാം, AC വെൻറ്റ് കാണാം, ഡീഫോഗറിൻ്റെ വെൻറ്റ് കാണാം. ഈ കപ്പ് ഹോൾഡറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതുണ്ട്. ഇത് നമുക്ക് പതുക്കെ പുഷ് ചെയ്ത് അകത്തോട്ട് കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. എന്നിട്ട് ഇവിടെ ഒരു ട്രേ ഉണ്ട്, ഈ ട്രേക്കകത്ത് വല്ലതൊക്കെ ഇട്ട് വെക്കാൻ സാധിക്കും. ഒച്ച ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ വലിയ കാര്യമായിട്ടുള്ളൊന്നും ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു പോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്, അത് ക്ലോസ് ചെയ്യാം. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ സാധിക്കും. മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അത് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ റൈറ്റ് സൈഡിലെ മിറർ ഞാനിപ്പോൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൗണ്, റൈറ്റ്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഇതൊരു നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നേണ്ട ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് ആഡ് ബ്ലൂ ആഡ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ആഡ് ബ്ലൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്ലസ്റ്റർ മീറ്ററിൽ തന്നെ കാണാൻ സാധിക്കും. ഈ ക്ലസ്റ്റർ മീറ്ററിൽ എനിക്കൊരു പോരായ്മയായിട്ട് നമുക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഇതിനകത്ത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള ഇവിടെ 220 സ്പീഡ് വരെ കാണിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു സാഡ് ന്യൂസ് പറഞ്ഞാൽ ഇതൊരു 80 km/h ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു രീതി, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ ആ ഒരു ഭാഗം മാത്രമായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ഫങ്ഷൻ ഉള്ള ടൈപ്പ് തന്നെയാണ്, നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അതെന്നിട്ട് ലോക്ക് ചെയ്യാം. ഞാൻ ഈ ഇരിക്കുന്ന സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ചാരൊക്കെ സെറ്റ് ചെയ്യാം, ഫ്രണ്ട് ആൻഡ് ബാക്ക് സെറ്റ് ചെയ്യാം, അതൊക്കെ ആസ് യൂഷ്വൽ ഓക്കെയാണ്. പിന്നെ ഇവിടുത്തെ നമുക്ക് താഴെ 2 സ്വിച്ചസും കൂടെ കാണാൻ സാധിക്കും. ഒന്ന് ഫ്യൂവൽ ലിഡ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒന്ന് നമ്മുടെ ഹുഡ് തുറക്കാൻ വേണ്ടിയുള്ള സ്വിച്ച് കാണാൻ സാധിക്കും. കീ ആസ് യൂഷ്വൽ നമുക്ക് വരുന്ന നോർമൽ വെഹിക്കിളിൻ്റെയൊക്കെ ടൈപ്പ് കീ തന്നെയാണ്. അതായത് ലോക്കും അൺലോക്കും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഇസൂസു ബാഡ്ജിങ്ങും കൂടെ വരുന്നൊരു കീ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കോമ്പിനേഷൻ സ്വിച്ച്, ഹെഡ്ലൈറ്റ് ഓൺ ഓഫ്, ഫോഗ് ലാമ്പിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ. ഇതിനകത്ത് വരുന്നത് നമുക്ക് വൈപ്പറിൻ്റെ സ്പീഡ്, അതായത് മിസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഏത് വേണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ സൈഡിൽ ഒരു ഇൻഫർമേഷൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, ഇതിപ്പം ബാക്കിലോട്ട് പോകാനും ഇത് ഫ്രണ്ടിലോട്ട് പോകാനുമാണ് ഇവിടുത്തെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ സാധിക്കും. അതായത് സെലക്ട് മോഡ്, നമുക്ക് ട്രിപ്പ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഓഡോമീറ്റർ റീഡിംഗ് 120 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണിത്. ട്രിപ്പ് എ ട്രിപ്പ് ബി അവൈലബിൾ ആണ്. ആവറേജ് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനകത്തുള്ളൊരു ഫ്യൂൽ വെച്ച് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് വെച്ചാൽ 180 കിലോമീറ്റർ ഓടാൻ പറ്റും ഒരു 3 ഘട്ട ഫ്യൂൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഇതിലൊരു മൈലേജ് എത്രയാണെന്ന് കൂടെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈലേജ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നത് 14.6 കിലോമീറ്റർ മൈലേജാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 55 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ DRLും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഈ സൈഡിലോട്ടും കൂടെ നോക്കാം. AC വെൻ്റ് ഈ സൈഡിലും വരുന്നുണ്ട്. ഒരു ബ്ലോ പങ്കിൻ്റെ ഒരു സ്റ്റീരിയോ, അതായത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ നമുക്ക് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് വരുന്നൊരു ഫീച്ചർ തന്നെയാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. റിവേഴ്സ് ക്യാമറ അടിപൊളി ഫീച്ചറാണ്. കാരണം ബമ്പർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബമ്പറിൻ്റെ പോർഷൻ കാണുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു വാഹനമാകുമ്പോൾ പുറയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്, നമുക്കിവിടെയും ഒരു എയർ ബാഗ് അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും ഇവിടെ AC സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് AC സ്പീഡ് കൺട്രോളിങ് ഇവിടെ നമുക്ക് വേറെ ഇതൊന്നും ഇല്ലാത്തതുണ്ട്. അതായത് ഡീഫോഗറോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നോർമൽ AC എങ്ങോട്ട് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്, ഇൻസൈഡ് ഔട്ട്സൈഡ് സർക്കുലേഷന്, AC ടെമ്പറേച്ചർ സെറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ ഇവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു USB വരുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു USB വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് വരുന്നുണ്ട്, അത് കവേർഡാണ്. നമുക്ക് ജസ്റ്റ് ഊരി ഇതിനകത്ത് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, വളരെ സ്മൂത്താണ്. അതായത് ഒരു വിരൽ കൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഇത് ഒരു വിരൽ കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്മൂത്ത് ക്ലച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു കാര്യം വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഞാൻ പറയാം. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല കിടുക്കൻ ഒരു ആംറസ്റ്റും കൂടെ കിട്ടുന്നുണ്ട്.
അതായത് ഒരു സൂപ്പർ ആംബ്രസ്റ്റാണ്. നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ 2 ഡോർ അടച്ചിട്ട് കഴിഞ്ഞാൽ 2 സൈഡിലും കൈ നല്ല സൂപ്പറായിട്ട് വെച്ച് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്കൊരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ്. ഇതിനകത്ത് എനിക്കൊന്ന് അത്യാവശ്യം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ മേളത്തെ പോർഷൻ ഉണ്ട്, ഇവിടെ തുറന്നാലുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് അടച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റോറേജ് സ്പേസ് വേണ്ട ഇവിടെയുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കപ്പ് ഹോൾഡർ വേണ്ട ഇവിടെയുണ്ട്. ഇതും നേരത്തെ കാണിച്ച പോലെ ഇത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉള്ളൊരു വാഹനം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലും ഗ്ലാസ്, ഈ സൈഡ് ഗ്ലാസ് ഉണ്ട്, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സൺഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു കവർ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ റൂഫ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു റീഡിങ് ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ബാക്കിൽ നമുക്ക് അവൈലബിൾ ആണ്, അതും സെറ്റാണ്. അപ്പോൾ ഏറെക്കുറെ നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യം, അതായത് ഇത്രയും ഭാഗം ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലെ വിശേഷം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കിലത്തെ വിശേഷം കൂടെ പറയാം. ഫ്രണ്ടിലത്തെ സീറ്റ് ഏറെക്കുറെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ബാക്കിലോട്ട് ഒരുപാട് ഇറക്കിയിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ആ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ നല്ല സൗകര്യമായിട്ട് കാല് വയ്ക്കാനും തൈ സപ്പോർട്ട് കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. ചാരി ഇരിക്കാനും സൗകര്യമാണ്. എനിക്കിവിടുത്തെ ബാക്കിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനും കുറച്ചുകൂടെ സൗകര്യമാണ്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഒരു പ്രത്യേകത പറയാനുണ്ട്, 60-40 ആണ്. ഇതൊരു 40 സീറ്റും ഇതൊരു 60 സീറ്റിലുമാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊന്നും അല്ലാതെ തന്നെ ഇതിൽ വേറെ അഡ്വാൻറ്റേജ് ഞാൻ കാണിച്ചു തരാം. ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്, അതായത് സുഖമായിട്ട് ചായയൊക്കെ കുടിച്ച്. പക്ഷേ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ മിസ്സിംഗ് ആണെന്ന് തോന്നും. എന്നാൽ അതേ സ്ഥാനത്ത് ആ കപ്പ് ഹോൾഡർ നമുക്കത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ചായയൊക്കെ മേടിച്ചാൽ ഇവിടെ വെച്ചിരുന്ന് കുടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ഫീച്ചറും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു USB-യും കൂടെ വരുന്നുണ്ട്. അതായത് എന്തെങ്കിലും ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചാർജ് ചെയ്യാനും സാധിക്കും. എന്നിട്ട് ഇവിടെ സുഖമായിട്ട് നമുക്ക് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അതായത് അത്യാവശ്യം നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ വാഹനം യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നോർമൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിച്ച് ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, സ്പീക്കേഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഇച്ചിരി പൊക്കം കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും നമ്മുടെ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടതുപോലെ 60-40 കൂടെ നമ്മൾ കണ്ടു. ഇനി ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനൊന്ന് മടക്കി വെക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി, ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്. ഈ ലിവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കിത് പൊക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം സാധനം ഇവിടെ വെക്കാം. അതുപോലെ തന്നെ എനിക്കിതൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ജാക്ക്, ഒരു ഹൈഡ്രോളിക് ജാക്ക് വരുന്നുണ്ട്. ടൂൾ കിറ്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ആ സൈഡിലും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. എനിക്കൊന്ന് പണ്ട് ഞാനൊരു വാഗണാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്ന പോലെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ തന്നെ ഈ സീറ്റിൻ്റെ അടിയിൽ ഞാൻ അവിടെ കാണിച്ചു തരാം. ഈ സൈഡിലെ സീറ്റും കൂടെ നിങ്ങൾ നോക്കണം, കണ്ടോ. ഇതും ഇതുപോലെ തന്നെ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ഒന്നുമില്ല. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സേഫ് ആയിട്ടൊക്കെ വല്ല ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതിനുശേഷം ഇത് അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു സൈഡിലെ ചാരും കൂടെ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ഈ ഹെഡ് റെസ്റ്റും കൂടെ ഒന്ന് താത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗകര്യമായിട്ട് ഇവിടെയും കുറേ സാധനങ്ങൾ വെക്കാം. അതായത് ഇച്ചിരി നനയാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയും വെക്കാം. കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ലെന്നുള്ള സാധനങ്ങൾ പുറയിലും വെക്കാം. അത്യാവശ്യം നല്ലൊരു ഏരിയ, അതായത് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും കൂടെ ഒക്കെ പലർക്കും ഡൗട്ട് കാണും. ഇത് ആർക്കൊക്കെ മേടിക്കാൻ സാധിക്കും, എങ്ങനെ മേടിക്കാൻ സാധിക്കും എന്നുള്ള ഡൗട്ടും കൂടെ തീർക്കാം. അതിനുമുമ്പ് നമുക്ക് എഞ്ചിനും കൂടെ ഒന്ന് നോക്കിയേച്ചും ഓടി വരാം. ഹുഡും കൂടെ ഒന്ന് നോക്കിയേക്കാം. എന്നാലും ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ ഒരു പവറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നല്ല വെയിറ്റുള്ള ബോണറ്റാണ്. ഏതായാലും ഹുഡ് ഞാനൊന്ന് ലോക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു 2.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതായത് ഒരു ടെർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ മോഡലാണ് നമുക്കിപ്പം ഇവിടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ട് ചെറുതൊന്നുമല്ല. എന്നാൽ ഒരു ചെറിയൊരു നെഗറ്റീവ് പറയാനാണെങ്കിൽ തന്നെ ഒരു 80 കിലോമീറ്റർ സ്പീഡ് ലോക്ക്ഡായി പോയെന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം മാത്രം നമുക്കുള്ളൂ. അതിനും ഒരുപാട് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ പ്രൈസും ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ്, ആർക്കൊക്കെയാണ് ഇത് സൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും വാങ്ങാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടെ അറിയാം. നമ്മുടെ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കെ. അനൂപ്. യെസ്, അപ്പോൾ അനൂപിനെയാണ് ഞാനിവിടെ ക്ഷണിക്കുന്നത്. അനൂപ് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? 5 ഇയേഴ്സ് ആയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കും. എനിക്കറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രൈസ് സെഗ്മെൻറ്റ്. നമുക്ക് 1580 വരുന്നുണ്ട്. ഓക്കെ, ഓൺ റോഡ് വരുമ്പോൾ 1690 വരുന്നുണ്ട്. ശരി, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒരു 13 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കിട്ടുമെന്ന് ഞാൻ കേട്ടു. അത് സത്യമാണ്? 13 ലക്ഷം രൂപയ്ക്ക് വാഹനം കിട്ടുമെന്നല്ല, അത് നമുക്കൊരു GST
ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ. ഈ കൊമേഴ്ഷ്യൽ വണ്ടികൾക്ക് GST ബെനിഫിറ്റ് 28% GST നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇൻപുട്ട് എടുക്കാൻ സാധിക്കും. നമുക്ക് GST ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അത് ഇൻപുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് 16 വരുന്നുണ്ട്. 16,16,000 ആണ് ഓഫർ എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസ്. അതിന്റെ 28% ഇൻപുട്ട് സാറിന് തിരിച്ചു കിട്ടും. അതായത് 3 ലക്ഷത്തി സംതിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ 3 ലക്ഷത്തി എന്ന് പറയുമ്പോഴത്തേക്കും 12 സംതിങ് നമുക്ക് ഈ വാഹനം ഇറക്കാൻ സാധിക്കും. പക്ഷെ അത് GST ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു സാധാരണ വ്യക്തിയാണ്, എനിക്ക് ബിസിനസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. പേഴ്സണലായിട്ട് ഈ ഒരു വാഹനം എടുക്കാനാണെങ്കിൽ എനിക്കും എടുക്കാൻ സാധിക്കും. സാറിന് അതിന്റെ GST ഇൻപുട്ട് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഈ 16,16,000 ഞാൻ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വാഹനം എടുക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരു ടാക്സി ആയിട്ട് തന്നെ. അതെ, ഇത് ഈ സെഗ്മെന്റിൽ വരുന്ന വണ്ടിയെല്ലാം നമുക്ക് ടാക്സി ഇതിലായിരിക്കും വരുന്നത്, എടുക്കാൻ പറ്റുന്നത്. നമുക്ക് പ്രൈവറ്റിലേക്ക് വരുന്ന മോഡലുണ്ട്. V-Cross എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. ഈ S-Cab Z എന്ന് പറഞ്ഞ 2 മോഡൽ വരുമ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് കൊമേഴ്ഷ്യൽ ആയിട്ടൊന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാണുമ്പോഴത്തേക്കും നമുക്കൊരു പേഴ്സണലും കൊമേഴ്ഷ്യലും രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള രീതിക്കാണ്. മൾട്ടിപർപ്പസ് ഫാമിലി യൂസ് നടക്കും, അത്യാവശ്യം നമ്മുടെ ബിസിനസ് പർപ്പസ്, രണ്ട് പർപ്പസുകൾ നടക്കും. അത്യാവശ്യം എനിക്കൊന്ന് ഇതിന്റെ ലോഡ് കപ്പാസിറ്റി വരുന്ന 1 ടണ്ണാണ് വരുന്നത്. അതായത് 1000 കിലോളം നമുക്കിതിൽ ക്യാരി കപ്പാസിറ്റി ഉണ്ട്. അതിന് മേളിൽ ക്യാരി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ. ഇതിന്റെ കളർ വേരിയൻസ് ഏതൊക്കെയാണ്? നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട്, സിൽവർ, ഗ്രേ, പിന്നിപ്പം വൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഉള്ളതിൽ എനിക്കൊന്ന് കുറച്ചൊരു അട്രാക്റ്റിംഗ് തോന്നുന്ന ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ ബാക്കിയുള്ള കളേഴ്സ് കണ്ടിട്ടില്ല കേട്ടോ. കൂടുതലും ബ്ലാക്ക് ആണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്നതെന്ന് തോന്നുന്നത്. യെസ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല. പിന്നെ ഇതിന്റെ സർവീസിന്റെ നമുക്ക് വരുമ്പോൾ മേജർ സർവീസുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു 80,000 കിലോമീറ്ററിന് ശേഷമാണ്. ബാക്കിയെല്ലാം 10,000 കിലോമീറ്ററിലാണ് നോർമൽ സർവീസ്. ഏകദേശം എന്ത് സർവീസ് കോസ്റ്റ് നോർമലി വരുന്നു? ഏകദേശം ഒരു 6,000 ആ റേഞ്ചിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാറിൻ്റെയൊക്കെ ഒരു സർവീസ് ചാർജ് മാക്സിമം ഞാൻ നോക്കിയിടത്തോളം വരുന്നുണ്ട് 6,000 ഒക്കെ ആണെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും, കാരണം ഈ പ്രൈസ് വൈസ് വെച്ചാണെങ്കിലും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അനൂപിൻ്റെ നമ്പറും കൂടെ ഏതെങ്കിലും താഴെ കൊടുത്തേക്കും. നിങ്ങൾക്ക് ഒന്ന് വിളിച്ച് എൻക്വയറി നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.